ഇഷ്ടമുണ്ട്. നല്ല മഴയാണ് ഗൈസ്. പക്ഷെ എനിക്കിന്ന് മഴ നല്ല ഇഷ്ടാട്ടാ. ഞാൻ മഴയത്തൊന്നും നടന്ന് നമ്മുടെ നേച്ചറൊക്കെ ഒന്ന് ആർമതിക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ മേടിക്കാൻ പോവാണ്. എന്തായാലും ഗ്രില്ല് ചെയ്യണമല്ലോ, നല്ല ചിക്കൻ മേടിച്ചുകൊണ്ടിരാം. ഇതാണ് നമ്മുടെ പ്രോ ഡ്രൈവർ ഹരി. നമ്മുടെ കേരളം, ഗോഡ്സ് ഓൺ കൺട്രി. അപ്പൊ നമ്മുടെ ചിക്കൻ കൊണ്ട് നമ്മൾ വന്നിട്ടുണ്ട്. നമ്മൾ പരിപാടി തുടങ്ങാൻ പോവാ. പക്ഷെ എന്തിനു കെട്ടത് ഇതേ. ഇപ്പൊ ചിക്കൻ നമ്മൾ കഴുകാൻ പോവാ. ചിക്കൻ എന്തായാലും കഴുകണം. ക്ലീൻലിനെസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം എന്തായാലും നമുക്ക് മാരിനേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കാശ്മീരി ചില്ലി പൗഡർ, ഇത്തിരി ഇമ്പോർട്ടൻ്റ് ഐറ്റമാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നമുക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞ് വയ്ക്കാം. ഇനിയിലേക്ക് കുറച്ച് തൈര്, നന്നായിട്ട് തൈരിൻ്റെ ലംസ് ഒന്നും വരരുത്. ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ ചിക്കൻ അങ്ങോട്ട് ആഡ് ചെയ്യും. അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, നമുക്ക് മാരിനേഷനിൽ ഇട്ടിട്ട് അങ്ങനെ സെറ്റാക്കി എടുക്കാം. ഇതേ ഇങ്ങനെ പോണ കുട്ടപ്പൻ. ആഹാ കാല് എൻ്റെ പൊന്നോ. ഇതേ പിന്നെയും പോയി. ആഹാ ഇതേ ഗ്രില്ല് ചെയ്യുമ്പോണ്ടല്ലോ വേറെ ലെവൽ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രില്ല് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് സെക്ഷനിലൊന്ന് പറയൂട്ടോ. ആർക്കൊക്കെയാണ് ഗ്രില്ല് ഇഷ്ടം, ആർക്കാണ് അൽഫാം ഇഷ്ടം, ആർക്കാണ് നമ്മുടെ നാടൻ സ്റ്റൈലിൽ ചിക്കൻ ഇഷ്ടം, അതനുസരിച്ചിട്ട് നമുക്ക് അടുത്ത റെസിപ്പി അങ്ങോട്ട് തയ്യാറാക്കാം. ഇത് നമുക്കിനി 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമ്മൾ ബെസ്റ്റായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കും. നമുക്ക് ഗ്രില്ല് സെറ്റാക്കാൻ പോവാ. ഇവിടെ കണൽ. അപ്പോൾ നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഗ്രില്ലിലേക്ക് മാറ്റാം. കണ്ടില്ലേ നന്നായിട്ട് വെന്തുണ്ട്.
ഇഷ്ടമുണ്ട്. ഇവിടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. എന്നാലും ഷെഫ് കൊള്ളാം.